ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഫെബ്രുവരി 21-നാണ്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വയനാടിന്റെ ദുരന്ത ഇരകൾക്ക് 1-ഘട്ടത്തിലുള്ള 174 വീടിന്റെ താക്കോൽ ദാനം കൽപ്പറ്റ ടൗൺഷിപ്പിൽ നിർവഹിക്കുകയാണ്. ഇപ്പോഴും ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവ് നുണയൻ സതീശൻ 4-5 ദിവസം മുമ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് കേരളത്തിന്റെ മുമ്പിലുണ്ട്. അയാൾ ചോദിക്കുകയാണ് പിണറായി വിജയനോട്, ഇതുവരെ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വയനാടിന്റെ മണ്ണിൽ? ഇയാളുടെ പാർട്ടിയിൽപ്പെട്ട സിദ്ദീഖ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് കുറച്ച് ദിവസമായി ആ വയനാടിന്റെ കൽപ്പറ്റയിലുള്ള ടൗൺഷിപ്പിലൂടെ അങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. പണിയുടെ അവസാന ഘട്ടത്തിൽ ഇത് താനും കൂടി ഉൾപ്പെട്ടതാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കുഴപ്പമില്ല, സർക്കാരിൻ്റെതാണ്, അതിലൊരു MLA ആണ് സിദ്ദീഖ്. VD സതീശനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒറ്റ പൈസ സർക്കാരിന് കൊടുത്തു പോരുത്, ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിടാൻ പോലും കഴിയാത്ത കോൺഗ്രസിന്റെ പ്രതീതികളാണ് സിദ്ദീഖും സതീശനും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനിടയിൽ ലീഗ് 50 വീട് ഉണ്ടാക്കി അടുത്ത് തന്നെ അവരും താക്കോൽ ദാനം നിർവഹിക്കുന്നുണ്ട്. നല്ല കാര്യം, അതിനെ നമ്മൾ കളിയാക്കി പറയുന്നില്ല. പക്ഷെ അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലീഗുകാരും ഈ ഗവൺമെന്റിന്റെ വീടിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾ. 11.5 ഏക്കറിലാണ് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നത്, അതിൽ 7 ഏക്കറിലാണ് ഇപ്പൊ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 50 വീടുകളാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്, താക്കോൽ കൊടുക്കാൻ പോകുന്നത്. 8 സെന്റിലാണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ 400 സെന്റാണ്. 7 ഏക്കറാന്ന് പറഞ്ഞാൽ 700 സെന്റാണ്. ബാക്കിയുള്ള 300 ഏക്കറിൽ ഇതിന്റെ നടുവിലൂടെയുള്ള റോഡും മറ്റു കാര്യങ്ങളൊന്നുമില്ല, റോഡേ ഉള്ളൂ. അതുകൂടി കഴിയുമ്പോൾ ആ ഭാഗം അവസാനിക്കും. ഇതിനെ പരിഹസിക്കുന്ന ലീഗുകാർ മനസ്സിലാക്കണ്ടേ, ഞങ്ങൾ വീടുണ്ടാക്കി എന്ന് പറഞ്ഞത്. നിങ്ങൾ വീടുണ്ടാക്കി, നല്ല കാര്യം തന്നെ. ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് വീടല്ല, ഒരു ടൗൺഷിപ്പാണ്. 415 വീടുകളുണ്ട്. ആ വീടുകളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാൻ പൊതു പാർക്കുകളുണ്ട്. അതുപോലെ തന്നെ പൊതു കളിയിടമുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, നേഴ്സറി ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവർക്ക് കല്യാണവും മറ്റ് പരിപാടികളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റോറിയം ഉണ്ട്. 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ശുദ്ധജല സംഭരണിയുണ്ട്. ഭൂഗർഭ വൈദ്യുതി ജല സംവിധാനമുണ്ട്. അതുപോലെ തന്നെ അവിടെ അതിനുള്ളിൽ ബാങ്ക് വരാൻ പോകുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ് വരാൻ പോകുന്നുണ്ട്. ഇവക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിന് 12 കിലോമീറ്ററോളം റോഡുണ്ട്. അതിൻ്റെ അരികിൽ ഡ്രൈനേജുകളുണ്ട്. ഈ ഉണ്ടാക്കാൻ പോകുന്ന 471 വീടുകളിലെ വേസ്റ്റ് ഒരുമിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സംവിധാനമാണ് അവിടെ ഒരുക്കുന്നത്. അല്ലാതെ ലീഗ് ഉണ്ടാക്കിയതുപോലെ ഞാൻ അതിനെ മോശമാക്കുന്നില്ല. 50 വീടല്ല, 415 വീടുകളും അങ്ങനെ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു നഗരവുമാണ് അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത്, തൊട്ടങ്ങപ്പുറത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് വയനാടിന്റെ തലസ്ഥാനം എന്നറിയുന്ന കൽപ്പറ്റ നഗരം. അവിടെ താലൂക്ക് ആശുപത്രി ഉണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കാൻ ദൂരത്തിൽ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, ജില്ലാ കളക്ടറേറ്റ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. നേരത്തെ ദുരന്തം അനുഭവിച്ചിരുന്നവർ ഈ സൗകര്യങ്ങളൊക്കെ, ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾക്ക്, കോളേജുകൾ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് ബസ്സിൽ കയറി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതുണ്ടെങ്കിൽ നടന്നു പോകാവുന്ന ദൂരത്തിൽ അവരുടെ ടൗൺഷിപ്പിന്റെ തൊട്ടടുത്ത് മറ്റൊരു നഗരം. പിന്നെ ലീഗ് പണ്ടേ പറയുന്ന ഒരു പരാതിയുണ്ട്, വിവരക്കേടുകൊണ്ട് പറയാണ്. അതായത് കൽപ്പറ്റയിൽ ഉണ്ടാക്കുന്ന ഈ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് തറയില്ല. അവർ കുറെ തറ തപ്പിയതാണ്. അത് തറ ഉണ്ടാവില്ല എൻ്റെ പൊന്നാര ലീഗ്. 3-4 മീറ്റർ ആഴത്തിൽ കോൺക്രീറ്റിൽ പണിത് ബീമുകൾ ഉയരുകയാണ്. ലീഗ് പറഞ്ഞ് ഞങ്ങളെ വീട് ചെങ്കല്ലാണ്, നിങ്ങളെ വീട് സിമന്റ് കട്ടയാണ്. കൃത്യമാണ്. ഈ ബീമുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് സിമന്റ് കട്ട, അല്ലാതെ പൂർണ്ണമായി ചെങ്കല്ലിൽ പണിഞ്ഞിട്ടല്ല. 3 നിലയിലേക്ക് പിന്നീട് മുകളിലേക്ക് ഉയർത്താം. എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ വീടുകൾക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സൗകര്യമടക്കം നിരവധി സൗകര്യങ്ങൾ ആ വീട്ടിലുണ്ട്. പിന്നെ ഇവിടെ സതീശൻ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ പറ്റില്ല, നുണയനാണ്. അയാൾ ചോദിക്കാണ്, ഒരു കൊല്ലമായിട്ട് സർക്കാർ വീടുണ്ടാക്കിയോ? എൻ്റെ പൊന്നാര സതീശ, 2024 ജൂലൈ 30-നാണ് ദുരന്തം. അന്ന് തുടങ്ങിയ ഭൂമിയുടെ അന്വേഷണമാണ്. ആ അന്വേഷണം ഇനി ഉരുള് പൊട്ടാത്ത, ഇതുപോലെയുള്ള പ്രശ്നങ്ങളില്ലാത്ത സുരക്ഷിതമായ ഒരു ഇടം വേണം. അതാണ് കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് എൽസൺ എസ്റ്റേറ്റ് കണ്ടെത്തി. പക്ഷെ ഉടമകൾ കോടതിയിൽ പോയി.
അങ്ങനെ കോടതി, കീഴ്ക്കോടതി, മേക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയി 8 മാസം ആ രൂപത്തിൽ നഷ്ടപ്പെട്ടു. 2025 മാർച്ച് 24-ന് സുപ്രീം കോടതിയിൽ നിന്ന് അവസാന തീർപ്പ് വന്ന ആ രാത്രിയിൽ തന്നെ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തു. അതിൽ പണി തുടങ്ങി. പിറ്റേ ദിവസം ഭൂമി നിരപ്പാക്കുന്നതടക്കമുള്ള പണി. അപ്പോഴേക്കും കാലവർഷം എത്തി. 5 മാസം പണി മുടങ്ങി. ഒക്ടോബറോടെ വീണ്ടും നിർമ്മാണം ആരംഭിച്ച് നവംബർ 1-ന് ഒറ്റ മാസം കൊണ്ട് മാതൃകാ വീടിന്റെ പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് 3 മാസം, നവംബർ കഴിഞ്ഞിട്ട് 3 മാസത്തിന് ഇപ്പുറമാണ് 415 വീടുകളിൽ 170 പൂർത്തീകരിച്ച് ബാക്കിയുള്ളത് കൂടി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട 242 പേരിൽ 64 പേര് 15 ലക്ഷം വാങ്ങി കോൺഗ്രസും ലീഗും ഉണ്ടാക്കുന്ന വീടും തിരക്കിപ്പോയി. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. ബാക്കി 178 പേർക്കാണ് ഇപ്പോഴുള്ള വീട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തള്ളിയാ മതി. ഒന്ന് വരിക 25-ാം തീയതി ജനസാഗരത്തിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ പൂർണ്ണമായി നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രദേശം ഒന്ന് കാണുക. സതീശന് വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണഗതിയിൽ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചിട്ട് സർക്കാർ സ്ഥലം തന്നില്ല, വെല്ലുവിളിക്കുക സതീശനെ. അങ്ങനെ ചോദിച്ച ഒരു രേഖ കാണിക്കാൻ കഴിയും? ഇന്ന് വരെ ഒരു കല്ലിടാൻ കഴിയാത്ത തട്ടിപ്പിന്റെ വീരന്മാര്. എന്നിട്ട് ഇപ്പൊ വെല്ലുവിളിക്കുക സർക്കാരിനെ, കളിയാക്കാൻ. സതീശൻ വരുന്നെങ്കിൽ വന്നോട്ടെ. അത്യാവശ്യം ഉളുപ്പുള്ളവരാണെങ്കിൽ ഇതൊക്കെ കുറ്റപ്പെടുത്തി ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞവര് വരുമോന്ന് എനിക്കറിഞ്ഞൂടാ. വന്നാൽ നല്ലത്. ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാണ്. അപ്പൊ ലീഗുകാർ മനസ്സിലാക്കുക, നിങ്ങൾ ഉണ്ടാക്കുന്ന വീടാണ്, ഇത് വീടല്ല, ഒരു നഗരമാണ് ഉണ്ടാക്കുന്നത്.